ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒരു കറണ്ട് അഫയർ സീരീസ് ആണ്. അപ്പൊ കറണ്ട് അഫയർ സീരീസിൽ നമ്മൾ 13 ക്ലാസ് ആയിട്ടുണ്ട്. ഇത് 14ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ക്ലാസ് GST 2.0, അതായത് DST കൗൺസിൽ മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് 56 GST കൗൺസിൽ മീറ്റിംഗ് ചേർന്നു അതിനുശേഷമുള്ളൊരു വീഡിയോകളാണ്. അതുകൊണ്ട് GST 2.0യും ഈ 56 കൗൺസിൽ മീറ്റിംഗും തമ്മിൽ കുറെ കണക്ഷൻസ് ഉണ്ടാവും. എങ്കിലും കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യം നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ 56 GST കൗൺസിൽ മീറ്റിംഗ് കഴിയട്ടെ, കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്ന പറഞ്ഞായിരുന്നു. ആ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ അവർക്ക് ഈ ടെലഗ്രാം ഗ്രൂപ്പ് എല്ലാം അറിയുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ID മാറ്റിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഓക്കെ, കാരണം കഴിഞ്ഞ ഗ്രൂപ്പിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഗ്രൂപ്പ് പോയായിരുന്നു. സോ പുതിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് @കിരൺ PSC സ്റ്റഡി സർക്കിൾ, അതേപോലെ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, നിങ്ങൾ ഡിഗ്രി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അല്ല കോമൺ PSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് 56 GST കൗൺസിൽ മീറ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അഫെയർ സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇറ്റ്സ് KPSM മെത്തേഡ്. എന്താണ് KPSM മെത്തേഡ് എന്ന് വെച്ചാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കാം. എന്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ് നമ്മൾ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് പഠിക്കുക. ഓക്കെ, എങ്കിൽ അതിനുവേണ്ടി നമ്മുടെ അടുത്തൊരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ടാവും. അതിൽ നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി കാണുന്ന എല്ലാ കാര്യങ്ങളും, PSC ബുള്ളറ്റിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഓക്കെ അല്ലെ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊത്തമായിട്ടുള്ള കറണ്ട് അഫയറിന്റെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവൻ അതേപോലെ കോപ്പി ചെയ്ത് വെക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണോ സിലബസുമായിട്ട് ബന്ധമുള്ളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ വിടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെ വിട്ടതിന് ശേഷം അപ്പൊ ഡൗട്ട്, സാർ ന്യൂസ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലേ? തീർച്ചയായും വരും. ഓക്കെ, ഇപ്പൊ ഒരു VFA അല്ലെങ്കിൽ LDC വെബ്കോ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, LDC അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 20 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതിൽ 18 സിലബസുമായി ബന്ധപ്പെട്ടതും 2 ന്യൂസുമായി ബന്ധപ്പെട്ടതായിരിക്കും. നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നത് ആ 18ലാണ്. ഓക്കെ, CPO WCPO ആണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10 മാർക്കാണ്. കാരണം 10 കറണ്ട് അഫയേഴ്സ് ഉള്ളത്. അതിൽ നമ്മൾ 8 മാർക്ക് നമ്മുടെ ആയിരിക്കും, 2 ന്യൂസും ഉണ്ടാവും. ഓക്കെ, ഒരു ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 15 മാർക്കാണ് നോർമലി വരാറുള്ളത്. അപ്പൊ ആ 15 മാർക്കിൽ 13 നമ്മൾ ഇവിടുന്ന് എടുക്കും, സിലബസുമായി ബന്ധപ്പെട്ടത്. 2 ന്യൂസും ഉണ്ടാവും. ആ 2 വേണ്ടി ലോകത്ത് എല്ലായിടത്തും പോയി പഠിക്കുന്നതിനേക്കാളും ബെറ്റർ എപ്പോഴും ഞാൻ പറയുക, എപ്പോഴും നമ്മൾ സ്കോർ ചെയ്യുക 18, 13, അതേപോലെ 8 ഇതായിരിക്കും. അതിനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യണം. ഏത് എക്സാം ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ എക്സാമിന് 1 മാസം മുമ്പ് ഈ കറണ്ട് അഫയേഴ്സ് ആയിരിക്കണം കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. സ്മാർട്ട് വർക്ക്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, അപ്പൊ അവിടെ എക്കണോമിക്സിന്റെ സിലബസ് ആണ് അവിടെ ഉള്ളത്. ഈ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സിന് ഏതൊക്കെയാ കറണ്ട് അഫയർ വരാൻ പോകുന്നത്? ഒന്ന്, നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിപ്പോ റിവേഴ്സ് റിപ്പോ റേറ്റ്, അത് RBIയുടെ ഇതുള്ളതാണ്. RBIയുടെ, സെബിയുടെ, വേൾഡ് ബാങ്കിന്റെ ഏതെങ്കിലും പുതിയ ബാങ്കിന്റെ ചെയർമാൻ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് എല്ലാ വർഷവും വരുന്നതാണ്. GST എല്ലാപ്പോഴും ഒരു മീറ്റിംഗ് കൂടുന്നതാണ്. ഓക്കെ, എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ്, നീതി ആയോഗിന്റെ CEO, അതേപോലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് എല്ലാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, എങ്കിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക്കിന്റെ പേരാണ് 56 GST കൗൺസിൽ മീറ്റ്. ഓക്കെ, അപ്പൊ 56ാമത് ചരക്ക് സേവന നികുതി GST കൗൺസിൽ എന്ത് ചെയ്തു? മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് മീറ്റ് ചെയ്തത്? GSTയെ നമ്മൾ 2.0 ആക്കുകയാണ്. 2.0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രജനീകാന്തിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഓക്കെ, ചിട്ടി എന്തിനെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ചിട്ടി 1.0 ഉണ്ട്, ചിട്ടി 2.0 ഉണ്ട്. അപ്പൊ എന്താവും? ആള് മൊത്തമായിട്ട് മാറും. ഓക്കെ, പക്ഷെ ബേസിക്കലി അത് റോബോ തന്നെയാണ്, രജനി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും? അത് മൊത്തമായിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കുറെ മാറും. അപ്പൊ 2017 നമ്മൾ GST എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഒന്നുകൂടി പുതുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അടുത്ത തലമുറയിലേക്കുള്ള ഒരു GST കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് GST 2.0. ഓക്കെ, ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ നമ്മുടെ ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ നമ്മൾ ഫ്ലാഗ് ഉയർത്തുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിലൊരു കാര്യമാണ് എന്ത്, ഈ 56 GST കൗൺസിലിൽ ചെയ്യാൻ പോകുന്ന എന്താ GST 2.0 എന്ന് പറയുന്നത്. അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ GST കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോ 2025 സെപ്റ്റംബർ 22 ഈ വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ GST വന്നിട്ടില്ല. അപ്പൊ 2020 GST വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഓക്കെ, 2025 സെപ്റ്റംബർ 22-ന് GST ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ GST ഇംപ്ലിമെന്റ് ആകുന്നതായിരിക്കും. ഏത് GST? രണ്ടാം GST. ഈ രണ്ടാം GSTയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാ? പ്രത്യേകത നമ്പർ 1, ഇത് പൗര കേന്ദ്രീകൃതമായിരിക്കും. പൗരകേന്ദ്രീകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു GST ആണ് നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 2, കൃഷി, ആരോഗ്യം, ഉൽപാദനം എന്നിവ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും. ഓക്കെ, ഈ കൃഷി, ആരോഗ്യം, ഉൽപാദനം എല്ലാം ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ബിസിനസ് ബെറ്റർ ആവുന്നതായിരിക്കും. സാർ മനസ്സിലായില്ല? ഓക്കെ, ഇപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാക്ടർ വേണമെന്ന് വിചാരിക്കും. ആ ട്രാക്ടറിന്റെ GST മുമ്പ് 18% വിചാരിക്കും. അതിനെ നമ്മൾ 5% കുറയ്ക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, എങ്കിൽ ട്രാക്ടറിന്റെ വില കുറയാനുള്ള സാധ്യതയില്ല. രാസവളം ഉണ്ട്. ഓക്കെ, അതിന്റെ നിരക്ക് എന്ന് പറയുന്നത് 18% എന്ന് വിചാരിക്കും. അതിന് നമ്മൾ 5 കുറയ്ക്കാന്ന് വിചാരിക്കും. അപ്പൊ രാസവളത്തിന്റെ വില കുറഞ്ഞില്ലേ? രാസവളത്തിന്റെ വില കുറഞ്ഞു, ട്രാക്ടറിന്റെ വില കുറഞ്ഞു, കൊയ്ത്തു യന്ത്രത്തിന്റെ വില കുറഞ്ഞു എങ്കിൽ കൃഷി ചെയ്യാനുള്ള ചെലവ് കുറയാനുള്ള സാധ്യതയില്ലേ? സാധ്യതയില്ല, അല്ല കുറയില്ലേ? അതെ. ആരോഗ്യം, മരുന്നുകളുടെ വില കുറഞ്ഞു എന്ന് വിചാരിക്കും. എങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ചെലവ് കുറയില്ലേ? അതെ. ഉൽപാദനം, ഓക്കെ, ഉൽപാദനം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ ഇല്ലാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. വെളിച്ചെണ്ണ വേണ്ടേ സോപ്പ് ഉണ്ടാക്കാൻ? ഓക്കെ, അതേപോലെ ഉരുളക്കിഴങ്ങ് വേണ്ടേ ലേസ് ഉണ്ടാക്കാൻ? അതേപോലെ നമുക്ക് മാങ്ങ വേണ്ടേ അച്ചാർ ഉണ്ടാക്കാൻ? ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽ വേണ്ടേ? റോ മെറ്റീരിയൽ വേണം. ഓക്കെ, ആ റോ മെറ്റീരിയൽ നമുക്ക് പ്രധാനമായിട്ട് എവിടെ നിന്നാണ് കിട്ടുക? കൃഷിയിൽ നിന്നാണ് കിട്ടുക. അപ്പൊ കൃഷിയുടെ ചെലവ് കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഉൽപാദനത്തിന് ചെലവ് കുറയില്ലേ? കുറയും. ഇനി അത് വിൽക്കാൻ വേണ്ടി പോയി ജനങ്ങൾക്ക്, അപ്പൊ റേറ്റ് കുറഞ്ഞില്ലേ? കുറഞ്ഞു. എങ്കിൽ ഈ GST 2.0 എന്ന് പറയുന്നത് ഒരു പൗരന്മാരെ കേന്ദ്രീകരിച്ചിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ? അതെ. എപ്പോഴാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 2025 സെപ്റ്റംബർ 22-ന്. ഓക്കെ, അപ്പൊ നേരത്തെ എത്ര സ്ലാബ് ഉണ്ടായിരുന്നു GSTയില്? 4. ഓക്കെ, ഏതൊക്കെയാണ് ആ സ്ലാബുകൾ? 5, 12, 18, 28. അതിന് പകരം ഓക്കെ നമ്മൾ 2 സ്ലാബ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ആ 2 സ്ലാബിനും നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട്. സ്ലാബ് നമ്പർ 1 മെറിറ്റ് റേറ്റ്. മെറിറ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5% അത് ഏതിനാണ് സാർ ഈ മെറിറ്റ് റേറ്റ് കൊടുക്കുക? അവശ്യ വസ്തുക്കൾക്കാണ് നമ്മൾ ഈ 5% മെറിറ്റ് റേറ്റ് കൊടുക്കുന്നത്. അവശ്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദൈനംദിനമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ട്, ഒരു ചാർജർ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും പാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ വീട്ടിലേക്ക് വാങ്ങുന്ന സ്നാക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരു ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സംഭവമല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് അവശ്യ വസ്തുക്കൾ. ഓക്കെ, അപ്പൊ ഈ അവശ്യ വസ്തുക്കൾക്ക് ഒരു റേറ്റ് ഇട്ടിട്ടുണ്ട്. ആ റേറ്റിന്റെ പേരാണ് 5%. നേരത്തെ അവിടെ 4 സ്ലാബിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 5% അതേപോലെ തന്നെ ഉണ്ട്. 5%ന് മുമ്പ് പേരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ പേര് വിളിച്ചു തുടങ്ങി. വിളിച്ച പേരെന്താ? മെറിറ്റ് റേറ്റ്. ഓക്കെ അല്ലെ? മറ്റുള്ളവ ബാക്കി എല്ലാവർക്കും ഓക്കെ, ഈ മെറിറ്റ് റേറ്റിൽ പെടാത്ത എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കും? 18% സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു TV വാങ്ങണം. TV അവശ്യ വസ്തുവായി നമ്മൾ കൂട്ടുന്നില്ല. ഓക്കെ, എങ്കിൽ അതിന് എത്രയായിരിക്കും? 18%. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം, അവശ്യ വസ്തുവായി കൂട്ടുന്നില്ല. ഓക്കെ, എങ്കിൽ എത്രയായിരിക്കും? 18%. അത് നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് നിരക്കെന്ന് വിളിക്കും. ഈ അവശ്യ വസ്തു അല്ലാതെയുള്ള ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നിരക്കായിരിക്കും. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ ഉരുളക്കിഴങ്ങ് ഒരു അവശ്യ വസ്തുവാണ്, പരിപ്പ് ഒരു അവശ്യ വസ്തുവാണ്, അതിന് നമുക്ക് 5% റേറ്റ് ഉണ്ടോ സാർ? ഇല്ല. GSTയിൽ ഉൾപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ, തക്കാളി വാങ്ങാൻ പോകുന്നു എങ്കിൽ ആ തക്കാളി നമുക്ക് ഡെയിലി ആവശ്യമുള്ളതല്ലേ? അത് നമ്മൾ GST കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമല്ലേ? അപ്പൊ ഏറ്റവും ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങൾക്ക് നമ്മൾ എന്തില്ല? GST നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള വസ്തുക്കളെയാണ് അവശ്യ വസ്തുക്കളെ നമ്മൾ കൂട്ടുന്നത്. ഓക്കെ അല്ലെ? അതിൽ എത്ര ഉണ്ടാവും? 5% ഉണ്ടാവും.
എങ്കിൽ സർ 2 സ്ലാബാണ് ഉള്ളത്. ഒന്ന് 5, 18. പക്ഷെ 3 തരത്തിലുള്ള റേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിരക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് മെറിറ്റ് നിരക്ക്, ഇപ്പൊ നോക്കി. രണ്ടാമത്തെ പേര് സ്റ്റാൻഡേർഡ് നിരക്ക്, അതും നോക്കി. മൂന്നാമത്തെ പേര് എന്താണ്? ആക്ച്വലി അതിന്റെ പേരാണ് ഡീമെറിറ്റ് നിരക്ക്. സോ മെറിറ്റ് പറഞ്ഞാൽ മനസ്സിലായി, എന്തെങ്കിലും ഒരു നല്ല കാര്യമാണ്. ഓക്കെ, മെറിറ്റ് ലിസ്റ്റിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താണ്, ബെറ്റർ ആവാനുള്ളതാണ്, ഒരാളെ ഉത്തേജിപ്പിക്കാനുള്ളതാണ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. അപ്പൊ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമാണ്, മൊത്തത്തിൽ ഇഷ്യൂ ആണ് എങ്കിൽ ഓക്കെ അത് കഴിക്കരുത്, അത് നോക്കരുത്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് എന്ത്? ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ആ, പറയുക? ഓക്കെ, ഒന്ന് പുകയില, രണ്ട് പാൻ മസാല, പിന്നെന്താ മദ്യം, ആ, പിന്നെന്താ ഓക്കെ ആഡംബര വസ്തുക്കൾ, ഓക്കെ ആഡംബര വസ്തുക്കളായിട്ടുള്ള ഫെരാരി കാറ്, പിന്നെന്താ വജ്രം, സ്വർണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതിന് നമുക്ക് വേറൊരു പേര് വിളിക്കും. ആ പേരാണ് പാപ വസ്തുക്കൾ. പാപ എന്ന് വെച്ചാൽ സിൻ വസ്തുക്കൾ എന്നാണ് അതിനെ പറയാ. എന്താ നമ്മൾ പാപം ചെയ്യുന്നത്? ഓക്കെ, മദ്യം കഴിച്ചു, പുകയില യൂസ് ചെയ്തു, പാൻ മസാല യൂസ് ചെയ്തു, സിഗരറ്റ് യൂസ് ചെയ്തു, ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാടിനും നമുക്കും എല്ലാം പ്രശ്നമല്ലേ? ഓക്കെ, എങ്കിൽ അത് നമ്മളൊരു പാപം ചെയ്യുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ടാണ് എന്ത് വിളിച്ചു? സിൻ ഗുഡ്സ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? സോ ആഡംബര വസ്തുക്കൾ വാങ്ങിയതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? മക്കൾ, ആഡംബര വസ്തുക്കൾ വാങ്ങുകയാണെങ്കിൽ ഓക്കെ എല്ലാവർക്കും ആഡംബര വസ്തു വാങ്ങാൻ പറ്റില്ല. കറക്റ്റ് ആണല്ലോ? എല്ലാവർക്കും ഫെരാറി കാർ കിട്ടുമോ? ഇല്ല. എല്ലാവരുടെ കയ്യിൽ ഐഫോൺ ഉണ്ടാ? ഇല്ല. ഓക്കെ അല്ലെ? ഐഫോണിന്റെ കയ്യിൽ ഏറ്റവും പുതിയ മോഡൽ ഉണ്ടാ? ഇല്ല. എങ്കിൽ ഇതെല്ലാം വാങ്ങുന്നത്, കാണുന്നതും കേൾക്കുന്നതും ചെയ്യുമ്പോൾ എല്ലാവരിലും ഒരു സംഭവം ഉണ്ടാവും. എന്താണ് ആ സംഭവം? ആഗ്രഹങ്ങൾ. ഓക്കെ, എല്ലാവിധ പ്രശ്നത്തിനും കാരണം ആഗ്രഹമാണെന്ന് മഹാനായ ബുദ്ധനും അതേപോലെ എന്താണ് ഗാന്ധിജിയും ജീസസ് ക്രൈസ്റ്റും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആഡംബര വസ്തുക്കൾ എന്ത് പറയുന്നത്? ഡീമെറിറ്റ് ഗുഡ്സ്, അല്ലെങ്കിൽ എന്താ സിൻ ഗുഡ്സ്, അല്ലെങ്കിൽ എന്താ അയോഗ്യ വസ്തു എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ എത്ര നിരക്ക് കൊടുക്കും? 40% നിരക്ക് കൊടുക്കും. അപ്പൊ എന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി. മുമ്പ് എത്ര സ്ലാബ് ഉണ്ടായിരുന്നു? 4. ഏതൊക്കെയാണ്? 5, 12, 18, 28. കറക്റ്റ്. ഇപ്പൊ എത്ര സ്ലാബ് ഉണ്ട്? 2. ഏതൊക്കെയാണ്? 5, 18. എത്ര ടൈപ്പിലുള്ള റേറ്റ് ഉണ്ട്? 3. ഏതൊക്കെയാണ്? മെറിറ്റ് നിരക്ക് 1. ഈ മെറിറ്റ് നിരക്ക് ഏത് വസ്തുക്കൾക്കുള്ളതാ? അവശ്യ വസ്തുക്കൾക്കുള്ളതാ. എന്റെ ചോദ്യം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് നിരക്ക്, അത് ഏതിനുള്ളതാ? അവശ്യ വസ്തുക്കളല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിനും ഉള്ളതാണ്. അപ്പൊ 2 റേറ്റ് ആയി. നിങ്ങൾ പുകയിലയോ പാൻ മസാലയോ സിഗരറ്റോ മദ്യമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഡംബരമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ എത്ര ശതമാനം കൊടുക്കണം? 40% കൊടുക്കണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്റെ കൂടെ ഒന്ന് നോക്കിക്കേ. ഇതിനാണ് നമ്മൾ സിൻ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ടുബാക്കോ, സിഗരറ്റ്, പാൻ മസാല, ലക്ഷറി കാർസ്, ആൽക്കഹോൾ, കോൾഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സിന്നിൽ പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്താ പറയാ? പാപത്തിൽ പെടുത്തുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ലക്ഷറി കാറിനെ ഈ പാപത്തിൽ പെടുത്തി എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് എന്താണ് ആക്ച്വലി അതിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരുപാട് പേര് ഫെരാറി കാറിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോ പുതിയ ഈ യുഗത്തിൽ, ടെക്നിക്കൽ യുഗത്തിൽ ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നതല്ലേ? എന്ത് കാണുന്നതാണ്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ വലിയ കാർ യൂസ് ചെയ്യുന്നു, വലിയ വലിയ വീട് വെക്കുന്നു, ഓക്കെ അല്ലെ? അതേപോലെ എന്ത് ചെയ്യുന്നു ആക്ച്വലി എന്താണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ് ഇടുന്നു, കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇത് കാണുന്ന ബാക്കിയുള്ളവർക്കും അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അവരുടെ കയ്യിലാണെങ്കിൽ പൈസ വരുന്നില്ല എങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാവില്ലേ? ഓക്കെ അല്ലെ? ഒരു ചേച്ചിയുടെ മാല പൊട്ടിച്ചാലും കുഴപ്പമില്ല, ഐഫോൺ വാങ്ങണം എന്നുള്ളൊരു ഐഡിയ വരില്ലേ? എങ്കിൽ ക്രൈം കൂടില്ലേ? അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സിൻ ഗുഡ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലെ? അല്ലെങ്കിൽ അതിനെ മെറിറ്റ് ഗുഡ് എന്നും ഡീമെറിറ്റ് ഗുഡ് എന്നും വിളിക്കാൻ പറ്റും. മെറിറ്റ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാങ്ങ കഴിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ കിട്ടും. നിങ്ങളൊരു കൂൾ ഡ്രിങ്ക് കഴിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ അല്ലെ? നിങ്ങളുടെ ആരോഗ്യം എന്ത് ചെയ്യും? പോകും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന GST സ്ലാബ് ഏതൊക്കെയായിരുന്നു? 0, 5, 12, 18, 28. 0 എന്താണ് ഉദ്ദേശിക്കുന്നത്? GST ഒഴിവാക്കിയിട്ടുള്ള സാധനം. ഓക്കെ, എങ്കിൽ 5 എന്താണ്? ഏറ്റവും കൂടുതൽ അവശ്യ വസ്തുക്കൾ. അപ്പൊ അവശ്യ വസ്തുക്കൾ അതേപോലെ വെച്ചിട്ടുണ്ട്. 12% ഒഴിവാക്കി. ഓക്കെ, 18% ഒഴിവാക്കി. ഈ 18 സോറി 18% ഒഴിവാക്കിയിട്ടില്ല,
ഓക്കെ. 18% എന്തായിരുന്നു? സോപ്പ്, ഓയിൽ, ടൂത്ത് പേസ്റ്റ്, റെഫ്രിജറേറ്റർ, സ്മാർട്ട് ഫോൺ അങ്ങനെയുള്ളവ. ഓക്കെ. 28% എന്തുണ്ടായിരുന്നു? നമ്മുടെ ലക്ഷറി കാർസ്, പാൻ മസാല, ടുബാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഓക്കെ. എങ്കിൽ നമ്മൾ ഏതൊക്കെയാ മാറ്റിയത്? 28ഉം 12ഉം. 28 എന്തിനുള്ളതായിരുന്നു? നമ്മുടെ സിൻ ഗുഡ്സിനുള്ളതായിരുന്നു. 12ഉം 28ഉം എത്രയാണ്? 40. ഓക്കെ. എങ്കിൽ ഈ 12നെ പിടിച്ച് 28ന്റെ കൂടെ കൂട്ടിയതിനു ശേഷം പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. അതിന്റെ പേരാണെന്ത്? ഡീമറിൻ. അപ്പൊ 40% ആയി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്ന കാര്യത്തിന്റെ പേരാണ് അവശ്യ വസ്തുക്കൾക്ക് നികുതി ഇളവ് എന്തിനാണ് ഉള്ളതെന്നുള്ളത്. ആദ്യം ഓക്കെ, നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോകുന്നു. സാർ ഫാമിലി ഇൻഷുറൻസ് ആണോ? അല്ല, വ്യക്തിഗത ഇൻഷുറൻസ്, സിംഗിൾ ഇൻഷുറൻസ് ആണ്. ഞാൻ മരിക്കുന്നു, ഓക്കെ, എങ്കിൽ എന്റേത് ആർക്ക് കിട്ടും? അങ്ങനെയുള്ള സിംഗിൾ ഇൻഷുറൻസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാർ ഫാമിലിക്കാണോ? അല്ല, വ്യക്തിഗതം, എനിക്ക് മാത്രം. എനിക്ക് എന്തെങ്കിലും പ്രശ്നമായി ഹോസ്പിറ്റലിൽ പോകണം എങ്കിൽ അതിന്റെ ചെലവ് ആര് വഹിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് എടുത്തോളൂ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. ഇപ്പോൾ എന്തില്ല? GST ഇല്ല മക്കളെ, GST ഇല്ല. ഓക്കെ. അപ്പൊ LICയിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഇൻഷുറൻസ് എടുക്കുക എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, UHT. എന്താ ഈ UHT എന്ന് വെച്ചാൽ? ഓക്കെ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രൊഡക്ട്സ്. അതെന്താ സാറേ? പാൽ. ഓക്കെ, പാൽ ഒരു സമീകൃത ആഹാരമാണ്. ഓക്കെ, പൂച്ച പാല് കുടിക്കുന്നു, രാമുവും പാല് കുടിക്കുന്നു. രാമു എന്ത് ചെയ്യും? നല്ല കുട്ടിയായി വളരും എന്നൊക്കെ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പാൽ ചൂടാക്കണോ? അതെ. നന്നായി ചൂടാക്കണോ? അതെ. നന്നായി ചൂടാക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? വയറിളകും. പനീർ ചൂടാക്കണോ? അതെ. ഓക്കെ. ഇന്ത്യൻ ബ്രെഡ്. ഇന്ത്യൻ ബ്രെഡ് എന്ന് വെച്ചാൽ എന്താ? ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രെഡ്സ്. ഓക്കെ അല്ലേ? എങ്കിൽ സാർ അത് ചൂടാക്കണം. ചൂടാക്കണം. അതെന്താ അതിന് ചൂടാക്കേണ്ട കാര്യമുള്ളത്? ഓക്കെ, ചപ്പാത്തി ചൂടാക്കണ്ടേ? പൊറോട്ട നല്ല ഇതല്ല ചെയ്യേണ്ടത്. ഓക്കെ. ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് ഇപ്പൊ എന്തില്ല? GST ഇല്ല. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരാളുണ്ട് കേട്ടോ. ഓക്കെ. ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 5 6 മണിയാകുമ്പോൾ പാല് വാങ്ങും. ആ പുള്ളിക്ക് ഞാൻ GST കൊടുക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇല്ല എന്ന് പറയും. ഇതേ പാലിനെ പാക്കിലാക്കിയിട്ട് മിൽമയുടെയോ കൗമയുടെയോ ഓക്കെ അല്ലെ, അല്ലെങ്കിൽ ലക്ഷറി പാലോ ഞാൻ ലുലുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്നോ ഞാൻ വാങ്ങി എന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലെ? എങ്കിൽ അത് എന്തുണ്ടാവും? GST ഉണ്ടാവും. ഓക്കെ. ഞാനൊരു ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ വീട്ടിലുണ്ടാക്കി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതേ ചപ്പാത്തിയും പൊറോട്ടയും ഹാഫ് കുക്ക്ഡ് ആയിട്ട് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ കടയിലുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങി എങ്കിൽ അത് എന്തുണ്ടായിരുന്നു? GST ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ പറയാനുള്ള കാര്യം ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കുക. അവശ്യ വസ്തുക്കൾക്ക് എന്താ? 5% മെറിറ്റ് റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, അരി, പലചരക്ക്, പച്ചക്കറി അവശ്യ വസ്തുക്കളാണോ? അതെ. എങ്കിൽ ഈ അവശ്യ വസ്തുക്കൾക്ക് 5% GST ഉണ്ടാവോ? ഇല്ല. എന്തുകൊണ്ടാ? അത് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ദൈനംദിനമായി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിൽ ഇതിന് എപ്പോഴാ GST ഉണ്ടാവുക? നമുക്ക് നോക്കാം. ഒരു കോഴി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചോട് സാർ ചിക്കൻ കഴിക്കാനുള്ള ഒരു മൂഡുണ്ട്. ശരി, ഓക്കെ, ഞാൻ വെജിറ്റേറിയൻ ആണ്, സമ്മതിക്കൂ. ഓക്കെ, റിലാക്സ് ചെയ്യും. ചിക്കൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. എവിടെ നിന്നാണ്? തൊട്ടടുത്തുള്ള ചേട്ടന്റെ കടയിൽ നിന്ന്. ആ കടയിൽ പോയപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു? ചിക്കൻ നന്നായിട്ട് മുറിച്ചിട്ട് ഒരു കറുത്ത കവറിലാക്കിയിട്ട് എനിക്ക് തന്നു. ഓക്കെ. ഞാൻ അതിന് ആ ചേട്ടന് GST കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇതേ ചിക്കനെ ഫ്രോസ് ചെയ്തിട്ട് ഞാൻ ലുലുന്ന് പോയി വാങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിന് ഞാൻ GST കൊടുത്തേ പറ്റുള്ളൂ. 2, ഞാൻ മീൻ വാങ്ങി, തൊട്ടടുത്ത ഇക്കയുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങി. ഞാൻ GST കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. അതേ മീനിനെ മീനച്ചാറാക്കിയിട്ട് എന്ത് ചെയ്തു? ബോട്ടിൽ ഇട്ടിട്ട് ഞാൻ ആ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. എങ്കിൽ എനിക്ക് ഞാൻ എന്ത് കൊടുക്കണം? GST കൊടുക്കണം. എങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി മക്കളെ? ഓക്കെ. പാക്ക് ചെയ്തതോ ചപ്പാത്തി നോർമലായി കഴിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. ചപ്പാത്തിയെ പാക്ക് ചെയ്ത് വാങ്ങിയെങ്കിൽ GST ഉണ്ടാവും. ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതോ ഓക്കെ, ഞാൻ മീനിനെ ഫ്രോസ് ചെയ്തിട്ട് ഉപ്പിലിട്ട് അച്ചാറാക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് കാലം യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എങ്കിൽ അതൊരു ഭക്ഷ്യ ഉൽപ്പന്നമാണെങ്കിൽ അത് എന്തുണ്ടാവും? GST ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, തക്കാളി വാങ്ങാൻ പോയി, കപ്പയ്ക്ക വാങ്ങാൻ പോയി, GST ഇല്ല. ഓക്കെ. അത് നമ്മുടെ അവശ്യ വസ്തു തന്നെയാണ്. ഇനി അതേ തക്കാളിനെയും കപ്പക്കനെയും ഞാൻ അച്ചാറാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിന് GST വരാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ക്ലിയർ അല്ലേ? ഓക്കെ, അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പൊ PSC 2022 ഡ്രോയിങ് ടീച്ചറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്ന ഇനങ്ങൾ പരിശോധിക്കുക. ഓക്കെ, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളവയിൽ ഏതാണ് ചരക്ക് സേവന നികുതി GST പ്രകാരം ഒഴിവാക്കിയിട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ അല്ലേ? എങ്കിൽ ഒന്ന്, തൊലി കളഞ്ഞ ധാന്യങ്ങൾ. ധാന്യം രണ്ടു വർഷം വന്നാണ്. തൊലി കളഞ്ഞ ധാന്യങ്ങൾ. അരി ഒരു ധാന്യമാണോ? അതെ. അതിന് തൊലി കളഞ്ഞു. അപ്പൊ അല്ലേ അരിയല്ല, നെല്ല്. അതായില്ലേ? ഗോതമ്പ് ഒരു ധാന്യമാണോ? അതെ. അതിന് തൊലി കളഞ്ഞപ്പോ എന്തായി? ഗോതമ്പിന്റെ വെള്ള നിറത്തിലുള്ള ഒരു സാധനം നമുക്ക് കിട്ടില്ലേ? ഓക്കെ, അത് നമ്മൾ പൊടിച്ചിട്ടല്ലേ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത്? അതെ. ഉഴുന്ന് കിട്ടില്ലേ? അതെ. അതിന് നമുക്ക് GST ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? GST ഇല്ല എന്ന് പറയണം. എന്തുകൊണ്ടാണ്? ആ ധാന്യം നമ്മൾ അങ്ങനെയാണ് വാങ്ങുന്നത്. ഓക്കെ, അല്ലാതെ അത് നമ്മൾ ബാക്ക് സൈഡ് ചെയ്യുന്നില്ല. വലിയ എന്താ പറയുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും നെസസിറ്റി ആണെന്ത്? ആ ധാന്യങ്ങൾ. അതിന് നമുക്ക് എന്തില്ല? GST ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് കിട്ടി. രണ്ട്, വേവിച്ച കോഴിമുട്ട. കോഴിമുട്ടയെ ഞാൻ ടിന്നിലാക്കി വെച്ചിരിക്കുകയല്ല. കോഴിമുട്ടയെ ഞാൻ എന്തിരിക്കുകയാണ്? വേവിച്ചിരിക്കുകയാണ്. എത്ര ദിവസം കഴിക്കാൻ പറ്റും? ഒറ്റ ദിവസം. അപ്പൊ കഴിക്കണം, കുറച്ചു നേരത്തിനുള്ളിൽ കഴിക്കണം. അങ്ങനെ ഒരു സാധനമാണെങ്കിൽ അതിന് GST ഉണ്ടാവോ? ഇല്ല. ഓക്കെ, മൂന്നാമത്തെ, സംസ്കരിച്ചതും തിന്നിലടച്ചതുമായ മത്സ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് മത്സ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വാങ്ങുകയാണ്. ഓക്കെ, അത് വാങ്ങിയതിനു ശേഷം ഈ കറി വെക്കണം അല്ലെങ്കിൽ വറുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന് GST ഇല്ല. പക്ഷെ ആ മത്സ്യത്തിന് ഞാൻ എന്ത് ചെയ്തു? ഉണക്കി, എന്നിട്ട് മീൻ അച്ചാറാക്കി, എന്നിട്ട് ടിന്നിൽ അടച്ചിട്ട് എന്ത് പറഞ്ഞ ആക്ച്വലി ഒരു നല്ല പാക്കിംഗ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചു, സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ആന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ച്. എങ്കിൽ അതിന് GST ഉണ്ടോ ഇല്ലയോ നമ്മൾ പഠിച്ചത്? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അങ്ങനെയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതെ. ഓക്കെ, അപ്പൊ കണക്ഷൻ മനസ്സിലായോ? മത്സ്യം ചുമ്മാ ആണെങ്കിൽ അവിടെ GST ഇല്ലായിരുന്നു. പക്ഷെ അതിനെ എപ്പോ സംസ്കരിച്ചോ അപ്പൊ എന്ത് വന്നു? അവിടെ GST വന്നു. നാലാമത്തെ, പരസ്യ സാമഗ്രികൾ അടങ്ങിയ പത്രങ്ങൾ. ഉറപ്പായിട്ട് GST ഉണ്ടാവല്ലോ. ഓക്കെ, നമ്മുടെ അടുത്ത് GST ഉള്ള രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, മൂന്നും, നാലും. GST ഇല്ലാത്ത രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഒന്നും, രണ്ടും. ഇതിൽ ഏതാ നമുക്ക് വേണ്ടത്? ഓക്കെ, സി, ഒന്നും രണ്ടും മാത്രം. ഇത്രയും ആ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. എങ്കിൽ ഒന്നും രണ്ടും നമുക്ക് എന്താണ്? GST ഒഴിവാക്കും. മൂന്നും നാലും എന്തായിരിക്കും? GST ഉള്ളതായിരിക്കും. ഇത്രയൊക്കെ ആണല്ലോ? അതെ. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് വേവിച്ച കോഴിമുട്ടയും ധാന്യവും മത്സ്യവും ഒന്നല്ല. നിങ്ങൾ പഠിക്കേണ്ടത് അവശ്യ വസ്തുക്കൾക്ക് എല്ലാത്തിനും 5% ഇല്ല. എങ്ങനെയാണ് ഒരു വസ്തുവിനെ GST 5% ഉള്ള അവശ്യ വസ്തുവായി മാറ്റുക? ഓക്കെ അല്ലെ? മീനച്ചാർ, ഇറച്ചി, ഫ്രോസൺ എഗ്. ഓക്കെ അല്ലെ? നെല്ലിക്ക അച്ചാർ. അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നില്ലേ? അതെ. അപ്പൊ അത്രയും കാര്യം ഓക്കെ ആണോ? ഇത് ഈജിപ്തിൽ നിന്ന് ഇറക്കിയ സ്പെഷ്യൽ തക്കാളിയാണ്, ഇത് 10 ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ സ്പെഷ്യലായി സംസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെന്ത് കൊടുക്കണം? GST കൊടുക്കണം. നമ്മൾ ചുമ്മാ പോയിട്ട് കടയിൽ നിന്ന് തക്കാളി വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണ്ട? GST കൊടുക്കണ്ട. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇത്രയും കാര്യം ഡണ്ണായ? മനസ്സിലായോ? ഓക്കെ അല്ലെ? നന്നായിട്ട് മനസ്സിലാക്കണേ. മുട്ട പഠിച്ചിട്ട് പോകല്ല വേണ്ടത്. നെക്സ്റ്റ് ടൈമിൽ വേറെ എന്തെങ്കിലും ചോദിക്കും, കൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്. അതാണ് ആദ്യത്തെ കാര്യം ഓക്കെ ആയി. ആദ്യത്തെ കാര്യം നമ്മൾ പഠിച്ച ഏതായിരുന്നു? അവശ്യ വസ്തുക്കൾക്ക് നികുതി ഇളവ്. എന്തിനൊക്കെ നികുതി ഇളവുള്ളത്? ഒന്ന്, വ്യക്തിഗത ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. രണ്ടാമത്തെ എന്താണ്? ആക്ച്വലി UHT എന്ന് വെച്ചാൽ പാൽ, പനീർ, ഇന്ത്യൻ ബ്രെഡ് തുടങ്ങിയ വസ്തുക്കൾക്ക് എന്തില്ല? GST ഇല്ല. ഉപഭോക്തൃ വസ്തുക്കൾ, കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടുള്ളത്, ചെറിയ കാർ. വലിയ ഫെറാറി കാർ ആണെങ്കിൽ ഓക്കെ എന്തുണ്ടാവും? 40% GST ഉണ്ടാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ചെറിയ കാർ വല്ല ഓൾട്ടോയോ മാരുതിയോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ സാധാരണക്കാരോ വാങ്ങാൻ പറ്റുന്നത്. TV, AC, സിമന്റ്, ഓട്ടോ പാർട്സ് എന്നിവയുടെ GST എത്രയാക്കി? 28 നിന്നും 18% ആക്കി. അപ്പൊ നേരത്തെ എത്രയായിരുന്നു? 28 സിൻഗുഡ്സിനെ പോലെ 28. ഒരു ചെറിയ കാർ വാങ്ങാന്ന് പറയുന്ന ഒരു തെറ്റാണോ മക്കളെ? ഓക്കെ അല്ലെ? ഒരു TV വാങ്ങാന്ന് പറയുന്ന ഒരു തെറ്റാണോ മക്കളെ? ഒരു എയർ കണ്ടീഷണർ വാങ്ങാന്ന് പറയുന്നത് തെറ്റാണോ മക്കളെ? അല്ലല്ലോ. ഓക്കെ, അപ്പോ തെറ്റ് എവിടെയായിരുന്നു? അതിന് 20% വെച്ചത്. ഓക്കെ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗോപു എന്നാണല്ലോ പഴഞ്ചൊല്ല്. എങ്കിൽ ആ തെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരുത്തുന്നു. അപ്പൊ തിരുത്താൻ വേണ്ടിയിട്ട് പുതിയ GST വന്നു. എത്രയാക്കി? 28 നിന്ന് 18% കുറച്ചു. ഓക്കെ അല്ലെ? പുനരുപയോഗിക്കാവുന്ന ഉപകരണങ്ങളുടെ GST 12 നിന്ന് എത്രയാക്കി? 5% ആക്കി. എന്താണ് ഈ പുനരുപയോഗിക്കാവുന്ന ഉപകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് നമ്മൾ വീട്ടിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്, സോളാർ AC എയർ ഹീറ്റർ ഉണ്ട്. ഓക്കെ അല്ലെ? സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്. വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ സോളാർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരുന്നതായിരിക്കും? 12% നേരത്തെ GST ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ശതമാനമായി? 5%. 5%. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? അതെ.
ഇനി ആരോഗ്യ മേഖലകൾ, 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ GST 12% നിന്ന് 0 കുറച്ചു. എങ്കിൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളോട്, ഓക്കെ, ഒരാള് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ ആ മരുന്നിന് സബ്സിഡി കൊടുക്കുകയാണോ വേണ്ടത്, അതോ മോനെ 10,000 രൂപയുടെ മരുന്നിന്റെ പുറത്ത് അടക്കി 12% GST എന്ന് പറയുകയാണോ വേണ്ടത്? ഓക്കെ, അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? അതെ. ആ തെറ്റ് ശരിയാക്കുകയല്ലേ? അതെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിജയുടെ മെരസൽ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, കുറച്ച് പഴയ മൂവിയാണ്, ഓക്കെ അല്ലെ. അതില് വിജയ് ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് എന്താണ് ഇത്രയും GST ഒഴിവില്ല, ഓക്കെ, പക്ഷേ ഓക്കെ നമ്മൾ എന്താണ് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൽ എന്താണ് വമ്പൻ GST, എങ്കിൽ ഈ GST എന്താണ് തെറ്റാണ് എന്ന് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിജയ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നമുക്ക് പിന്നെ അനലൈസ് ചെയ്യാം. പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞു. ഓക്കെ, അത് പറയാനുള്ള കാരണമാണ് എന്ത്, ഈ പരിപാടി മെഡിക്കൽ ആരോഗ്യ ഉപകരണങ്ങളിൽ 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ GST 12% എന്തായി 0 എന്തായാലും തെറ്റ് ചെയ്തു. ഇപ്പൊ എന്താക്കി, ശരിയാക്കി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ ആണല്ലോ? അതെ. കൃഷി ഗ്രാമീണ മേഖലകൾക്കുള്ള പിന്തുണ. അപ്പൊ കൃഷിക്കാർക്ക് എന്താണ്, ട്രാക്ടർ ഉണ്ട്, കൊയ്ത്തു യന്ത്രങ്ങളുണ്ട്, കമ്പോസ്റ്റർ ഉണ്ട്. ഇതിനൊക്കെ 12% എത്ര ശതമാനമായി കുറച്ച്, 5% കുറച്ചു. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അമോണിയ. സാർ ഇതെന്താ, വളം വേണ്ടേ, രാസവളം വേണ്ടേ? അതിന്റെ GST 18 എത്രയാക്കി, 5% ആക്കി. എങ്കിൽ നിങ്ങൾ തന്നെ പറ, കൃഷിക്കാർക്ക് ഗുണമായില്ലേ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? അതെ. ഇനി ആ കരകൗശല വസ്തുക്കളോ മാർബിളോ തുകൽ വസ്തുക്കളോ ഉണ്ടാക്കുന്ന അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ചെറിയ ചെറിയ യൂണിറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ GST 12% എത്രയാക്കി, 5% കുറച്ചു. ഓക്കെ, GSTയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഓക്കെ, എവിടെ പോവാ? GSTAT അതെന്താ സാറേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലൈറ്റ് ട്രൈബ്യൂണൽ, മലയാളത്തിൽ ചരക്ക് സേവന നികുതി അപ്പലൈറ്റ് ട്രൈബ്യൂണൽ എന്ന് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട്, ഇത് വന്നിട്ടുണ്ടോ? ഇല്ല. അത് 2025 ഡിസംബറോടെ പ്രവർത്തനക്ഷമമാവും. അപ്പൊ ഈ നോട്ട് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഇത് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന്റെ താഴെ, നോട്ടിന്റെ താഴെ മാത്രം 2025 ഡിസംബറോടെ എന്താവും, പ്രവർത്തനക്ഷമമാകും എന്ന് എഴുതി വെച്ചതിന്റെ താഴെ 25 ഡിസംബർ വരുമ്പോ എന്നാണ് ഡേറ്റ് എന്താക്കുക, അത് ഫൈനലൈസ് ചെയ്യുക. അത് മാത്രം താഴെ എഴുതി വെക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കില് റീഫണ്ട് വേണ, അപ്പലൈറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. GST രജിസ്ട്രേഷനിൽ ആകെ പ്രശ്നമൊക്കെ ഉണ്ടാ, അപ്പലൈറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ, ഓക്കെ, ഞാൻ വാങ്ങിയത് എന്താണ്, ആക്ച്വലി ഒരു മുട്ടയാണ്, എന്തുകൊണ്ട് GST ഇത്രയാക്കി എന്ന് പ്രശ്നം ഉണ്ടാ, ഉണ്ട്. വ്യവഹാരങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്യൂ ഉണ്ട്, സോൾവ് ചെയ്യാൻ ആളുണ്ടാ, ഉണ്ട്. അപ്പൊ നേരത്തെ ആളുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ആളുണ്ടാ, ഉണ്ട്. എങ്കിൽ ഓക്കെ, GSTയുടെ നെക്സ്റ്റ് ജനറേഷന്റെ 7 പില്ലേഴ്സ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയും 56ാമത് GST കൗൺസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ? നമ്പർ 1, ബിൽഡിംഗ് ഓൺ ദ സക്സസ് ഓഫ് GST. ഓക്കെ അല്ലെ? GST നമ്മൾ എന്താക്കി, 1 നാഷൻ 1 ടാക്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു രാജ്യം ഒരു നികുതി എന്നാക്കിയിട്ടുണ്ട്. ഇപ്പൊ സിസ്റ്റം എന്താക്കി, രണ്ടെണ്ണമാക്കി ചുരുക്കി. ഏതൊക്കെയാണ്? 5%, 18%. രണ്ടാമത്തെ, റാഷണലൈസിംഗ് റേറ്റ്സ് ഫോർ ഫെയറർ ടാക്സേഷൻ എന്ന് വെച്ചാൽ എന്താ, നേരത്തെ ഇതൊക്കെ GST ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് 5 വരും, ഏത് ഒഴിവാക്കണം, ഏത് 12 വരും, ഏത് 18 വരും, ഏത് 28 വരും. ഇപ്പൊ എന്തായി, കാര്യങ്ങൾ സ്മൂത്ത് ആയി. ഓക്കെ, റീഫണ്ട് കൊടുക്കേണ്ട എന്താണ്, വളരെ ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിംപ്ലിഫൈയിങ് ഫയലിംഗ് ത്രൂ ദ ടെക്നോളജി. ഓക്കെ, എന്ന് വെച്ചാൽ കാര്യം സിമ്പിൾ ആയില്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ ഒരു കട നടത്തുകയാണ്, എങ്ങനെ നിങ്ങൾ GST എൻട്രി ചെയ്യുക? ഓക്കെ, അവശ്യ വസ്തു ആണോ? 5%. ഓക്കെ, ബാക്കിയുള്ള വസ്തുക്കളാണോ? 18%. വസ്തുക്കൾക്ക് എന്തില്ല? GST ഇല്ല. GST ഇല്ലാത്ത വസ്തു 5 വസ്തു, 5% എത്രയാണ്? എന്താ പറയാ, 18%. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയാണ്, സിമ്പിൾ ആയില്ലേ? ഓക്കെ, ഏതെടുത്താലും എന്താ, 18%. ഓക്കെ, നിങ്ങൾ നടത്തുന്ന ഒരു ബാറാണ്, സിമ്പിൾ ആയില്ലേ? എത്ര എന്താ, 40%. ഓക്കെ, അപ്പൊ നേരത്തെ പോലെ കഷ്ടമില്ല, കഷ്ടമില്ല, കഷ്ടമില്ല. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നു. എസെൻഷ്യൽ ഗുഡ്സ് എല്ലാം എന്തായിരിക്കും, 0 തൊട്ട് 5%. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അവശ്യ വസ്തുക്കൾക്ക് GST ഇല്ലാത്തത് കൊണ്ട് 5% ഉള്ളത്. ഇത് കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഹൈ വാല്യൂ ഐറ്റംസിന് 20% 18 മൊബൈൽ ഫോൺ വാങ്ങണോ, 18% കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ? MSMEസിനെയും മാനുഫാക്ചേഴ്സിനെയും, അതായത് എന്താ, ചെറിയ ചെറിയ എന്താ പറയാ, ബിസിനസ്സുകാര് വലിയ വലിയ ബിസിനസ്സുകാരാണ്, അതായത് ചെറുകിട കച്ചവടക്കാർ. കറക്റ്റ്, ചെറുകിട കച്ചവടക്കാരെയും മാനുഫാക്ചേഴ്സിനെയും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ നമ്മുടെ രാജ്യം എന്താവും, സ്ട്രോങ് ആവും. അപ്പൊ രാജ്യം എന്താവും, വികസിതാവും. ഓക്കെ അല്ലെ?
ടാക്സ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെൻഡിങ് എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുന്നതായിരിക്കും. ഇതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്താവും, വികസിക്കും. ഓ ഫൈൻ, ഓക്കെ. അപ്പൊ ഇവിടെ മൊത്തമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് GST റിഫോംസിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ടോട്ടൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? അവിടെ ഞാൻ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്, ഏകദേശം എല്ലാ ഐറ്റവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ തെർമോമീറ്റർ ഉണ്ട്, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം നോക്കി വെക്കുക. ഓക്കെ അല്ലെ? ഞാൻ ഈ ഓരോ ഐറ്റംസും ഇവിടെ വായിക്കുന്നില്ല, കാരണം പ്രധാനപ്പെട്ട ഐറ്റംസ് അവിടെയുണ്ട്. അതൊന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ചെയ്യുക. പക്ഷെ PSC ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഏകദേശം അതിലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ അല്ലെ? ഹെയർ ഓയിലോ ഷാമ്പൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നേരത്തെ 15% എത്രയായി, 5%. ഓക്കെ. ബട്ടർ, ഗീ, ചീസ്, ഡയറി അതൊക്കെ വാങ്ങണമെങ്കിൽ 12% എത്ര ശതമാനമായി, 5%. ഓക്കെ. അപ്പൊ ചീസിന്, ഓക്കെ, ഗീക്ക്, നെയ്യ്ക്ക് 5% ഉണ്ട് കേട്ടോ. ഓക്കെ. പാലും പനീറും വാങ്ങുവാണെങ്കിൽ എന്താണ്, 0 ആണ്. ഗീക്ക് എത്രയുണ്ട്, 5% ഉണ്ട്. ഗീക്ക് 5% ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ടില്ല, നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ അല്ലെ? മെഡിക്കലിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് ലൈഫ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. തെർമോമീറ്റർ 18 എത്രയായി, 5 ആയി. ഓക്കെ. പിന്നെ കറക്റ്റീവ് സ്പെക്ടക്കിൾസ്, സ്പെക്സ് വാങ്ങുകയാണെങ്കിൽ 12 എത്രയായി, 5 ആയി. മാപ്പോ ചാർട്ടോ ഗ്ലോബ്സോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ 12 എന്തായി, നില്ലായി. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കുട്ടികൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പെൻസിലോ ഷാർപ്പനറോ ക്രയോൺസോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായി, GST ഇല്ല. ഓക്കെ. എക്സസൈസ് ബുക്ക് വാങ്ങണം, എഴുതി പഠിക്കണ്ടേ, നോട്ട് ബുക്ക് വാങ്ങണം, എന്തായി, GST ഇല്ല. എറേസർ, ഷാർപ്പനർ അതൊക്കെ വാങ്ങണം, എന്താ, GST ഇല്ല. ഇന്ത്യയുടെ മാപ്പ് വേണ്ടേ, ലോകത്തിന്റെ മാപ്പ് വേണ്ടേ, അപ്പൊ എന്തില്ല, GST ഇല്ല. എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയില്ലേ. ഫാർമേഴ്സ് നമ്മൾ നോക്കിയായിരുന്നു, ട്രാക്ടർ നമ്മൾ നോക്കി. പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ് 12 5 ആക്കി. ഓക്കെ. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, അതായത് വെള്ളം കൊടുക്കാനുള്ള സംഭവത്തിന്റെ സാധനങ്ങൾ വാങ്ങുന്നത് 12 5 ആക്കിയിട്ടുണ്ട്. പിന്നെന്താ, ഓട്ടോമൊബൈൽസ്. അപ്പൊ ഓട്ടോമൊബൈൽസ് നമ്മൾ ചെറുത് 18 ആക്കി എന്ന് നമ്മൾ നോക്കിയില്ലേ. ഓക്കെ. 3 വീൽഡ് വെഹിക്കിൾസ് ആണെങ്കിൽ 20 18 ആക്കി ഉണ്ടായിരുന്നു. മോട്ടോർ വെഹിക്കിൾസ് എല്ലാം 20 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ 18 മാറ്റി. ഓക്കെ. ഇലക്ട്രോണിക്കില് AC 20 18 ആയി. ടെലിവിഷൻ, ഓക്കെ, 32 ഇഞ്ചിന് മുകളിലുള്ളത് 20 എത്രയായി, 18 ആയി. മോണിറ്ററോ പ്രൊജക്ടേഴ്സോ ഉണ്ടെങ്കിൽ എന്തായി, 20 18 ആയി. ഡിഷ് വാഷിംഗ് മെഷീൻസ് എന്തായി, 20 18 ആയി. ഓക്കെ അല്ലെ? എങ്കിൽ റിഫോംസ് എന്താണ്, പെട്ടെന്ന് പ്രോസസ് ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ. അപ്പൊ നെക്സ്റ്റ് GST, ടു സ്ലാബ് റെവല്യൂഷൻ. നമ്മൾ എന്താണ്, നമ്മുടെ GST റവല്യൂഷനൈസ് ചെയ്തു. എന്ത് വന്നു, ഒന്ന് ടു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ. രജിസ്ട്രേഷൻ, പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. രജിസ്ട്രേഷൻ ചെയ്യണം, കടക്കാർ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ, രജിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാവുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. എങ്കിൽ അത് ഈസി ആയില്ലേ, ഈസി ആയി. ഓക്കെ. അപ്പൊ രജിസ്ട്രേഷനും ഈസി ആയി, എന്താണ്, റീഫണ്ടും ഈസി ആയി. അപ്പൊ രജിസ്ട്രേഷൻ, റീഫണ്ട് എന്ന് 2 വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നതുകൊണ്ട് അത് തിയറി ആണെങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ മൊത്തമായിട്ട് ആ ഭാഗം തീർന്ന പോലെ ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങളൊരു വ്യാപാരിയാണെന്ന് വിചാരിക്കും, നിങ്ങൾ GSTയിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഒരു സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിലായിരിക്കും, എൻഡ് ചെയ്യുക മാർച്ചിലായിരിക്കും. അപ്പൊ ആ സാമ്പത്തിക വർഷം, ഓക്കെ, നിങ്ങൾ പറയണം എത്ര സെയിൽ ആയിട്ടുണ്ട്, അതിന് എത്ര GST ആണ് അടയ്ക്കാൻ പോകുന്നത് പറയണം. അത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഓക്കെ അല്ലെ? ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് പറയാം. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു വിചാരിക്കും, 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്തായിരിക്കും, രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലെ? എന്നിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2.5 lakh പെർ മന്ത്. ഓക്കെ. അതിന്റെ ക്രെഡിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്കീം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഒരു 2 മിനിറ്റ് പറയാനുണ്ട്. തിയറിയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. തിയറി അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് പരിപ്പോട ആയതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും എക്സാമ്പിൾ പരിപ്പോടയാണ് പറയാം. പരിപ്പോടയ്ക്ക് GST ഉണ്ടാവില്ല. ഓക്കെ അല്ലെ? എങ്കില് പരിപ്പോട ഉണ്ടാക്കാൻ എനിക്ക് പരിപ്പ് വേണം, പിന്നെന്താ, എണ്ണ വേണം, കറിവേപ്പില വേണം, ഓക്കെ, മാവ് വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേണം. അപ്പൊ അങ്ങനെയുള്ള കടലമാവ് വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേണം. ഓക്കെ. അത് ഞാൻ വാങ്ങുന്നു. അപ്പൊ ഞാൻ വാങ്ങുകയല്ലേ ചെയ്യുന്നത്? അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു GST കൊടുക്കണം. ഓക്കെ. ഇനി ആ പരിപ്പുവട ഞാൻ പരിപ്പുവടയെ മാറ്റുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എങ്കിൽ അപ്പൊ ഒരു GST വന്നില്ലേ? ഓക്കെ. ഒരു പരിപ്പുവടത്തെ പുറത്ത് 2 പ്രാവശ്യം GST വന്നില്ലേ? ഒന്ന് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത്, ഒന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത്.
എങ്കിൽ ഈ 2 GST വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 10 രൂപയുടെ പരിപ്പോടെ എന്താവും? കൂടുതൽ മാറ്റമായിട്ട് വരില്ലേ? വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ടിൽ അടച്ചിട്ടുള്ള GSTയെ നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും. അതിന്റെ പേരാണ് റീഫണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ, വിൽക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഓക്കെ, ആ സാധനത്തിന് GST വരുള്ളൂ. അല്ലെങ്കിൽ ഒരേ സാധനം എന്ത് ചെയ്യും? രണ്ട് പ്രാവശ്യം GST വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല. GST കൊണ്ടുവന്നത് തന്നെ ടാക്സ് സിസ്റ്റം വേണ്ട ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റോ മെറ്റീരിയൽ വാങ്ങണം. ഇത് വാങ്ങുമ്പോൾ GST ഉണ്ടാവും. ഓക്കെ, ഇനി ആ സാധനം ഉണ്ടാക്കി കഴിഞ്ഞു, അത് വിൽക്കാൻ വേണ്ടി പോവാണ്, അപ്പോഴും GST ഉണ്ടാവും. എങ്കിൽ ഈ ഒരു സാധനത്തിന്റെ പുറത്ത് GST ആദ്യം വന്നു, GST രണ്ടാമത് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് കിട്ടും? പണി കിട്ടും. കാരണം എന്താ? ബിസിനസ്സുകാർ ഒരിക്കലും GST കൊടുക്കില്ല. ഈ ബിസിനസ്സുകാർ എന്താ ചെയ്യുക? അത് കൺസ്യൂമറിന്റെ എന്നാ വാങ്ങുക, ടാക്സ് കൺസ്യൂമറിന്റെ എന്നാ വാങ്ങുന്നത്. എങ്കിൽ അത് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യുക? അവർക്ക് റീഫണ്ട് ചെയ്യും. ഓക്കെ, ആ റീഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് സിസ്റ്റം റീഫണ്ട്. ഓക്കെ, അങ്ങനെ റീഫണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഇവിടെ ഒരു സിംഗിൾ ടാക്സ് ആയിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. GST നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ രജിസ്ട്രേഷൻ ഈസി ആയിരിക്കും, റീഫണ്ട് ഈസി ആയിരിക്കും, 2 സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്കൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. GST നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും സാധ്യതയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എങ്കിൽ അവിടെ ഒന്നിലധികം അധികാരികൾ പിടിച്ചെടുക്കുന്ന ഒന്നിലധികം നികുതികൾക്ക് പകരമായി ഇത് ഇന്ത്യയിൽ ഒരു ഒറ്റ വിപണി സൃഷ്ടിക്കും. ഓക്കെ, ഒരു വിപണി സൃഷ്ടിക്കുവോ? അതെ. ഇതല്ലേ GSTയുടെ കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന വാറ്റ്, സെയിൽസ് ടാക്സ്, വാറ്റ്, സെയിൽസ് ടാക്സ് തുടങ്ങിയ ടാക്സുകളെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഒറ്റ ടാക്സ് അല്ലേ? GST അല്ലേ? അപ്പൊ ആ വാറ്റ് പിരിക്കാൻ വേറെ ആള്, സെയിൽസ് ടാക്സ് പിരിക്കാൻ വേറെ ആള്, അതെല്ലാം മാറ്റിയതിനു ശേഷം ഇപ്പൊ നമ്മൾ ഒരു ഇന്ത്യ ഒരു വിപണി, ഒരു രാജ്യം ഒരു വിപണി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കിയില്ലേ? അതെ. 2. ഓക്കെ, ഇത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി എന്ത് ചെയ്യും? ഗണ്യമായി കുറയ്ക്കുന്നതായിരിക്കും. വിദേശ നാണയ കരുതൽ ശേഖരം എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് GSTയിൽ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് എങ്ങനെ നടക്കുക? വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്ന ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരെന്ത് ചെയ്യും? അത് വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ നോക്കിയതിനു ശേഷം, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം, ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം കൂട്ടണോ കുറയ്ക്കണോ എന്ന് ആര് തീരുമാനിക്കും? അവര് തീരുമാനിക്കുന്നതായിരിക്കും. അതും GST തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധവുമില്ല. ഓക്കെ അല്ലെ? അടുത്തതിന്റെ പേരാണ് കറണ്ട് അക്കൗണ്ട് കമ്മി. എന്താണ് കറണ്ട് അക്കൗണ്ട്? നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ അല്ലെ? കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ചെറിയൊരു സമയത്തേക്കുള്ള വരവിനെയും ചെലവിനെയും തമ്മിൽ വെക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, എന്താണ് ഈ ചെറിയൊരു സമയത്തേക്കുള്ള വരവും ചെലവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ഗവൺമെന്റ് ഉണ്ട്. നമ്മൾ വീടിന്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഒരു വീടുണ്ട്. ആ വീട്ടില് നിങ്ങൾക്ക് ഡെയിലി ആവശ്യമുള്ള സാധനമാണ് പഴം, പച്ചക്കറി, ഒക്കെ വീട്ടിൽ വേണ്ട ഭക്ഷ്യസാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്ത് വരുന്നതായിരിക്കും, ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ആ എമൗണ്ടിന്റെ പേരെന്താ? അതാണ് നിങ്ങളുടെ സാലറി. ഓക്കെ, അപ്പൊ ഒരു മാസം സാലറി വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്കുള്ള ചെലവ് മാറ്റുന്നു. വീണ്ടും അടുത്ത മാസം സാലറി വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്കുള്ള ചെലവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുന്നുണ്ടാവുക. അതിന്റെ പേരാണ് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊരു വീട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഒരു ലോൺ എടുത്തു 30 ലക്ഷത്തിന്റെ. അതൊരു വമ്പൻ സംഭവമല്ലേ വന്നത്? ഓക്കെ, അത് എല്ലാപ്പോഴും വരില്ലോ? ഇല്ല. അതിന്റെ പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. സിമ്പിൾ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഗവൺമെന്റിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് വെച്ചാൽ വരവ് കൂടുതലായിരിക്കണം, ചെലവെന്തായിരിക്കണം? വരവ് കുറവായിരിക്കണം, ചെലവെന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഏകദേശം എല്ലാ വീട്ടിലും ഉള്ള പോലെ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. ശരി, സമ്മതിച്ചു. ഓക്കെ, അപ്പൊ മാക്സിമം എന്താ ഉണ്ടാവുക? വരവ് കുറവായിരിക്കും, ചെലവെന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിന്റെ പേരാണ് കമ്മി എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് കറണ്ട് അക്കൗണ്ട് കമ്മി ഗണ്യമായി കുറയ്ക്കാൻ വേണ്ടിയിട്ട് GSTയിലെ മാറ്റം ഹെൽപ്പ് ചെയ്യോ? GSTയിലെ മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട റിഫോംസ് ആണ്. GSTയുടെ മാറ്റം നല്ലതല്ലെന്നോ അത് മോശമാണെന്നോ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തുണ്ടാവില്ല? ബെറ്റർമെന്റ് ഉണ്ടാവില്ല, അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം എന്താ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. GST മാറ്റിയത് കൊണ്ട് മാത്രം ഇവിടെ എന്തുണ്ടാവില്ല? ഇന്ത്യ മൊത്തമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അത് ഒരുപാട് കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം.
അപ്പൊ കറണ്ട് അക്കൗണ്ട് കമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരം നമ്മൾ ഇവിടെ എന്തില്ല, ഇവിടെ ബന്ധമില്ല. ഓക്കെ, അപ്പൊ 2 ശരിയല്ല. 3, ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വലുപ്പവും എന്ത് ചെയ്യുന്നതായിരിക്കും, വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. വളരെയധികം വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആക്കുന്നതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്ത്യ എന്താവും, ഇന്ത്യ വളർന്നുകൊണ്ടേയിരിക്കും. അതിലൂടെ എന്ത് ചെയ്യും, ചൈനയെ മറികടക്കാൻ പ്രാപ്തവും ചെയ്യും. എന്റെ മക്കളെ, നമ്മൾ ഇന്ത്യ ചൈനയെ മറികടത്തില്ല എന്നോ ഒക്കെ അല്ലെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നന്നായിട്ട് വളരുന്നാന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ GST കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇത്രയും വളരുക? ഓക്കെ, എന്റെ ഒരു സംഭവം, ടാക്സ് കുറച്ചത് കൊണ്ട് സാധനത്തിന് വില കുറയും, സമ്മതിച്ചു. എന്നാലും സാധനം വാങ്ങാനുള്ള പൈസ വേണ്ടേ? ഒരു ടിവിക്ക് ഒരു ബേസ് പ്രൈസ് ഉണ്ടാവില്ലേ, അതിന്റെ പുറത്തല്ലേ എമൗണ്ട് ഉണ്ടാവുക. അപ്പൊ ടി വി വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, എത്ര പേര് പാവപ്പെട്ടവരുണ്ട്, ജോലിക്കാരുണ്ട്, ജോലിക്കാർക്ക് എല്ലാവരും ശമ്പളം കിട്ടുന്നുണ്ടാ? IT-യിലുള്ളവരെല്ലാം എന്താണ്, പുറത്തായിക്കൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ഓരോരുത്തർക്കും ജോലിക്ക് ബുദ്ധിമുട്ടുന്ന സന്ദർഭമല്ലേ? അപ്പൊ GST പെട്ടെന്ന് കുറച്ചു വിടണ, എല്ലാവരുടെയും പ്രശ്നം തീർന്നു, ഇന്ത്യ എന്തായി, ഇന്ത്യ വളർന്ന്, ഇന്ത്യ വികസിതമായി, ഇന്ത്യ ചൈന മറികടന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ പറയുന്നത് ശരിയാണോ? ഓക്കെ, അപ്പൊ 3 എന്താണ്, തെറ്റാണ്. അപ്പൊ ഏത് മാത്രമേ ശരിയുള്ളൂ, 1 മാത്രമേ ശരിയുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, GST റിഫോം എന്ന് പറയുന്നത് ഇന്ത്യക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ എന്തായി, ഇന്ത്യ ഏറ്റവും ബെറ്റർ ആയി, അല്ലെങ്കിൽ എന്തോന്നു, ആക്ച്വലി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഭയങ്കരമായിട്ട് വളർന്നു, കറണ്ട് അക്കൗണ്ട് കമ്മി, വിദേശ നാണയം കൂടി, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ ഒന്നും പറയരുത്. ബേസിക് ആയിട്ട് പറയാ, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. എങ്കിൽ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ A ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ റിവിഷൻ, GST എത്ര സ്ലാബ് ആക്കി? 2 ഏതൊക്കെയാണ്? 5%, 18%. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. എങ്കിൽ അവശ്യ വസ്തുക്കളായിട്ടുള്ള സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇന്ത്യൻ ബ്രെഡ്, അതിന് നികുതി എത്രയാക്കി കുറച്ച്? 5% അല്ലെങ്കിൽ ശൂന്യമായിട്ട് എന്ത് ചെയ്തു? കുറച്ചു. ഓക്കെ, ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% എന്തായി? 0 ആക്കി, അല്ലെങ്കിൽ എന്തായി? 5 ആക്കിയിട്ട് കുറച്ചു. ഓക്കെ, ഡൺ. അടുത്തത്, ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, ടിവികൾ, AC ഇതെല്ലാം വാങ്ങാൻ പോവുകയാണെങ്കിൽ 28 18%. കാർഷിക യന്ത്രം, ജലസേചന ഉപകരണം എത്രയായി? 12 5%. കൃഷി ചെലവ് എന്ത് ചെയ്തു? കുറച്ചു. പുകയില, പാൻ മസാല, എയറേറ്റഡ് പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ എത്രയാണ്? 40% സിൻ ടാക്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. GST വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മുടെ ടെലഗ്രാം 2 ഗ്രൂപ്പ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, ടെലഗ്രാം ചാനലിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.